ഈ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന പല കാര്യങ്ങളും ഒരുപാട് സങ്കടപ്പെടുത്തുന്നതാണ്. ഡ്രഗ്സ് പോലുള്ള പല ലഹരി പദാർത്ഥങ്ങളും ഉപയോഗിച്ചുകൊണ്ട് സ്വന്തം ബന്ധുക്കളെയും സ്വന്തക്കാരെയും വരെയും കൊന്നുകളയാനായിട്ട് പറ്റുന്ന ചില ആളുകൾ കൂടി നമ്മൾക്കിടയിൽ ജീവിക്കുന്നുണ്ട് എന്നുള്ളത് സത്യം തന്നെയാണ്. ഈ കഴിഞ്ഞ ദിവസം ഷഹബാസ് എന്ന് പറയുന്ന ഒരു 10ാം ക്ലാസ് വിദ്യാർത്ഥിക്ക് ജീവൻ നഷ്ടപ്പെട്ട ഒരു കാര്യം നമ്മളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടായിരുന്നു. സ്വന്തം പ്രായക്കാരായിട്ടുള്ള 10ാം ക്ലാസ് വിദ്യാർത്ഥികൾ തന്നെ ഒരുപാടധികം പ്ലാനിങ്ങോട് കൂടി ഈ പറയുന്ന ആയുധങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ആ ഒരു കുട്ടിയെ കൂട്ടം ചേർന്ന് അടിക്കുകയും അതിനോടനുബന്ധിച്ചു ഷഹബാസ് എന്ന് പറയുന്ന ആ ഒരു 10ാം ക്ലാസ് വിദ്യാർത്ഥിയുടെ ശരീരത്തിൽ 75%-ലധികം പരിക്കേൽക്കുകയും അതിനോടനുബന്ധിച്ചുകൊണ്ട് ആ ഒരു കുട്ടിക്ക് തന്റെ ജീവൻ നഷ്ടപ്പെടുകയാണ് ഉണ്ടായത്. ഈ ഒരു കാര്യങ്ങളൊക്കെ കേൾക്കുന്ന സമയത്ത് ഒരുപാടധികം സങ്കടം ഉണ്ടാക്കുന്നുണ്ട്. ജസ്റ്റ് ഒരു ട്യൂഷൻ ക്ലാസ്സിൽ ഉണ്ടായ ചെറിയൊരു പ്രശ്നത്തിനോടനുബന്ധിച്ചാണ് ഇത്രയും കൂട്ടം ചേർന്ന് ഈ ഒരു വിദ്യാർത്ഥിയെ ആക്രമിച്ചത്. അതിനോടനുബന്ധിച്ച് ആ ഒരു കുട്ടി ഈ പറയുന്ന പ്രശ്നങ്ങളിലൊന്നും ഉൾപ്പെടാത്തൊരു വ്യക്തിയാണ്. ആ ഒരു സ്ഥലത്ത് പോയി എന്ന് പറഞ്ഞുകൊണ്ട് 10ാം ക്ലാസ് വിദ്യാർത്ഥികൾ കൂട്ടം ചേർന്ന് അടിച്ചുകൊണ്ട് 75%-ലധികം ആ ഒരു കുട്ടിയുടെ ശരീരത്തിൽ പരിക്കേറ്റിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ ഈ ഒരു നമ്മുടെ കേരളത്തിൽ ഒട്ടും എക്സ്പെക്ട് ചെയ്യാതെ, നമ്മൾ ഒട്ടും ചിന്തിക്കാതെ ഉണ്ടാകുന്ന പല സംഭവങ്ങളുമാണ്. എന്തൊക്കെയാണെങ്കിലും ഈ കാര്യങ്ങളോടനുബന്ധിച്ചുകൊണ്ട് ഓൺലൈൻ മാധ്യമങ്ങൾ ഒരുപാട് റിപ്പോർട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്. ഈ പറയുന്ന കുട്ടികളെ എല്ലാവരെയും ഇത്തരത്തിലുള്ള വയലൻസിലേക്ക് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് മാർക്കോ പോലുള്ള സിനിമകളാണ്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള സിനിമകൾ ഇനി കേരളത്തിൽ ഷൂട്ട് ചെയ്യാനും അതുപോലെ ഇത്തരത്തിലുള്ള സിനിമകൾ ഷൂട്ട് ചെയ്ത് വെച്ച പല സിനിമകളും ഇനി TV-യിൽ പ്രകാശനം ചെയ്യാനും സമ്മതിക്കരുത് എന്നുള്ള രീതിയിൽ ഈ പറയുന്ന ഓൺലൈൻ മാധ്യമങ്ങളുടെ റിപ്പോർട്ട്സ് പ്രകാരവും അതുപോലെ തന്നെ പല സംഘടനകളും കൊടുക്കുന്ന പല റിപ്പോർട്ടുകൾ പ്രകാരം മാർക്കോ പോലുള്ള സിനിമകൾ ഇനി TV-യിൽ പ്രകാശനം ചെയ്യാനായിട്ട് പാടില്ല, അതുപോലുള്ള ഇത്രയും വയലൻസ് ഉള്ള സിനിമകൾ എടുത്തു വെക്കാനായിട്ട് പാടില്ല എന്നുള്ള രീതിയിലും ഇപ്പോൾ സർക്കാർ ഒരു തീരുമാനത്തിലേക്ക് എത്തിയിട്ടുണ്ട്. മാർക്കോ പോലുള്ള മൂവികൾ ഇനി നമ്മുടെ TV-യിൽ നമുക്കിനി കാണാനായിട്ട് സാധിക്കില്ല. അതുപോലെ തന്നെ ഈ ഒരു കാര്യം മുന്നോട്ട് വന്ന സമയത്ത് മാർക്കോ മൂവിയുടെ സംവിധായകനായിട്ടുള്ള ഷരീഫ് ഒരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അദ്ദേഹം ആ ഒരു വീഡിയോയിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്, ഇത് ഇങ്ങനെയൊക്കെ നമ്മുടെ കേരളത്തിലെ കുട്ടികളും അതുപോലെ തന്നെ കുട്ടികളല്ലാത്ത പല വ്യക്തികളും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കാണുകയും ഇതുപോലെയൊക്കെ ചെയ്യണമെന്ന് വിചാരിച്ചുകൊണ്ടല്ല ആരും സിനിമയൊക്കെ എടുക്കുന്നത്. എന്തൊക്കെയാണെങ്കിലും ഇങ്ങനെയൊക്കെ വേണമെന്ന് വെച്ചിട്ടല്ലെങ്കിലും ഈ ഒരു സമൂഹം ഇത്തരത്തിലുള്ള സിനിമകൾ കണ്ടിട്ടാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നതെങ്കിൽ എൻ്റെ ഇത്തരത്തിലുള്ള ഭീകരത നീണ്ടു നിൽക്കുന്ന സിനിമകൾ അതുപോലെ തന്നെ ചോരക്കളികൾ എല്ലാം ഞാൻ എൻ്റെ സിനിമയിൽ നിന്ന് പൂർണ്ണമായിട്ടും ഒഴിവാക്കുന്നതായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് മാർക്കോ മൂവിയുടെ സംവിധായകൻ ഷരീഫ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തൊക്കെയാണെങ്കിലും ഷരീഫ് പറയുന്നതിനോട് നമുക്ക് കൂട്ടി യോജിപ്പിക്കുമ്പോൾ മാർക്കോ 2 പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്നത് ഒരിക്കലും ഉണ്ടാവില്ല. മാർക്കോ 2-ഉം അവർ ഷൂട്ട് ചെയ്യുകയാണെങ്കിൽ ഇത്രയും തന്നെ ചോരക്കളികളും അതുപോലുള്ള അടിയും ഇടിയും എല്ലാ സംഭവങ്ങളും മാർക്കോ 2-വിലും ഉൾപ്പെടുന്നതായിരിക്കും. അപ്പോൾ മാർക്കോ 2 ഇനി അങ്ങോട്ട് ഉണ്ടാവില്ല എന്നുള്ള കാര്യം ഇപ്പോൾ കൺഫേം ആയിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ എന്തൊക്കെയാണെങ്കിലും മാർക്കോ മൂവിയെ ബന്ധപ്പെട്ടുകൊണ്ട് ഈ കാര്യങ്ങളൊക്കെ കണക്ട് ചെയ്ത് പറയുകയാണെങ്കിൽ മാർക്കോ എന്ന് പറയുന്നത് ഒരു ജസ്റ്റ് മൂവി, അത് ആ ഒരു രീതിയിൽ കാണാൻ പറ്റാത്തവര് ഇത് കണ്ട് ഇൻഫ്ലുവൻസ് ആയി അതുപോലെ ആളുകളെ കൊല്ലാനും അതുപോലെ മറ്റൊരു വ്യക്തിയുടെ ചോര കാണാൻ ആഗ്രഹിക്കുന്നു എന്നുള്ള രീതിയിലൊക്കെ നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. ഇപ്പോ ഒരു മൂവി കാണുമ്പോൾ അതൊരു സിനിമയാണെന്ന് മനസ്സിലാക്കാൻ പറ്റാത്ത ആളുകളൊന്നുമല്ല ഈ പറയുന്ന 10ാം ക്ലാസ് വിദ്യാർത്ഥികളും അല്ലെങ്കിൽ ആദ്യമായിരിക്കോട്ടെ വാട്ടെവർ. നമുക്ക് എന്തൊക്കെയാണെങ്കിലും ഈ ഒരു സിനിമ കാണുമ്പോൾ അത് സിനിമയായിട്ട് കാണാൻ പറ്റാത്തവർക്ക് മെന്റലി എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെന്ന് വേണം പറയാൻ. അല്ലാതെ ആ ഒരു സിനിമ കണ്ട് ഇൻഫ്ലുവൻസ് ആയി ഒരാളെ പോയി കൊല്ലാനൊന്നും ആരും നിൽക്കാറൊന്നുമില്ല. പിന്നെ നമ്മൾ പറയുന്ന സമയത്ത് സിനിമ കണ്ട് പല കാര്യങ്ങളും നമ്മൾ ഇൻഫ്ലുവൻസ് ആവാറുണ്ട്, സിനിമയിൽ കാണുന്ന പല കാര്യങ്ങളും നമ്മൾ ചെയ്തു നോക്കാറുമുണ്ട്. പക്ഷേ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ സിനിമ കണ്ട് അതുപോലെ തന്നെ തൻ്റെ ജീവിതത്തിൽ അതുപോലെ ആവർത്തിക്കുന്നത് മാനസികമായിട്ട് പ്രശ്നങ്ങളുള്ള വിദ്യാർത്ഥികളും അതുപോലെ തന്നെ മാനസികമായിട്ട് പ്രശ്നങ്ങളുമുള്ള വ്യക്തികൾ തന്നെ ആയിരിക്കും. അല്ലാതെ ഒരു സിനിമ കണ്ടു എന്ന് പറഞ്ഞുകൊണ്ട് മറ്റൊരു വ്യക്തിയുടെ ജീവൻ അപഹരിക്കാനൊന്നും ആർക്കും ഇവിടെ യാതൊരു അവകാശങ്ങളുമില്ല. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഒരിക്കലും മാർക്കോ എന്ന് പറയുന്ന ഒരു പെർട്ടിക്കുലർ മൂവിയെ ബന്ധപ്പെട്ടുകൊണ്ടാണ് ഇപ്പോൾ ഓൺലൈൻ മാധ്യമങ്ങളിൽ സജീവമായിട്ട് വരുന്നതെങ്കിലും നമുക്ക് ഒരു കൃത്യമായിട്ട് നമുക്കറിയാം അത് ഇത്തരത്തിലുള്ള സിനിമകൾ ഇനി മുന്നോട്ട് എടുക്കാതിരുന്നാലും കേരളത്തിൽ ഇതൊന്നും സംഭവിക്കില്ല എന്ന് ആർക്കും ഉറപ്പ് പറയാനായിട്ടൊന്നും സാധിക്കില്ല. അതുപോലെ തന്നെ നമ്മുടെ സിനിമ കണ്ട് പല വ്യക്തികളും പല കാര്യങ്ങളിലും ഇൻഫ്ലുവൻസ് ആവാറുണ്ട്. അതുപോലെ തന്നെ സിനിമയിൽ കാണുന്ന പല കാര്യങ്ങളും പല വിദ്യാർത്ഥികളും, കൂടുതലും വിദ്യാർത്ഥികൾ തന്നെയാണ് തങ്ങളുടെ ജീവിതത്തിലേക്ക് എടുക്കാനായിട്ട് ശ്രമിക്കുന്നത്. ഇപ്പോൾ ഒരു സിനിമയിൽ ഒരു IPS ഓഫീസറോ അല്ലെങ്കിൽ ഒരു IAS ഓഫീസറൊക്കെ ഉണ്ടെങ്കിൽ എനിക്കും അതായിത്തീരണം എന്ന് പറയുന്ന വ്യക്തികൾ ഉണ്ടാവാം. അല്ലെങ്കിൽ അത്തരത്തിലുള്ള ജോലികൾ കണ്ട് ഇൻഫ്ലുവൻസ് ആവുന്നവരുണ്ട്. അതുപോലെ തന്നെ ഒരുപാടധികം പണം സമ്പാദിക്കുന്നത് കണ്ട്, ബിസിനസ് ചെയ്യുന്നത് കണ്ട്, അതുപോലെ തന്നെ സ്നേഹം, പ്രേമം എല്ലാവരും ഈ പറയുന്ന സിനിമയിൽ കണ്ട്
ഇൻഫ്ലുവൻസ് ആയി തൻ്റെ ജീവിതത്തിലേക്ക് എടുക്കുന്ന വ്യക്തികളുണ്ട്. പക്ഷേ ഇത്തരത്തിലുള്ള ഈ ചോരക്കളികളും നമ്മുടെ ഭീകരതയാർന്ന കാര്യങ്ങളൊക്കെ ജീവിതത്തിലേക്ക് എടുത്തുന്നത് തീർച്ചയായിട്ടും അവർക്ക് മാനസികമായിട്ട് പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെയാണ്. അല്ലാതെ ആ ഒരു സിനിമയുടെ പ്രശ്നമായിട്ട് നമുക്ക് ഒരിക്കലും കാണാനായിട്ട് സാധിക്കില്ല. തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റുകളായിട്ട് അറിയിക്കുക. നമുക്ക് മറ്റൊരു വീഡിയോ കാണാം. താങ്ക്